ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കായിട്ട് നോട്ട്സ് തരാം. നോട്ട്സ് എന്ന് പറയുമ്പോൾ NCERT, SCERT പ്ലസ് സ്പെഷ്യൽ നോട്ട്സുമായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് നമ്മുടെ 2026 അല്ലേ, BFA, ബെവ്കോ, LD, അതുപോലുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ട് നിരവധി പരീക്ഷകളാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിസംബറൊക്കെ ആയിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇത് എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പരീക്ഷകളെല്ലാം തന്നെ 2027 കൂടിയിട്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന പരീക്ഷകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2026 പരീക്ഷ നടത്തിയാൽ മാത്രമേ 2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഈ വർഷം അവസാനം, അല്ലെങ്കിൽ ജനുവരിയിൽ ആ ടൈമിലായിട്ട് എന്തായാലും നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. ഓക്കെ. അപ്പോ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടാണ് കേട്ടോ ഓരോ ടോപ്പിക്ക് നമ്മൾ ചെയ്തു പോകുന്നത്. സമയമെടുത്ത് മെല്ലെ നമ്മൾ ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് അത്യാവശ്യം സമയം ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം NCERT, പിന്നെ SCERT, പിന്നെ ബാക്കി എക്സ്ട്രാ നോട്ട്സ്, അങ്ങനെ ഒരൊറ്റ വീഡിയോ ആയിട്ട് കംപ്ലീറ്റും കവർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ നോട്ട്സ് ഉണ്ടല്ലോ, SCERT, NCERT ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചത് ടാസ്ക്കാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസിൽ എന്താണോ ഒരു ടോപ്പിക്ക് കൊടുക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ട് SCERT-ലും NCERT-ലും എന്താണോ ഉള്ളത് അത് നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതൊരൊറ്റ നോട്ടായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ NCERT-ൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിനു മുമ്പായിട്ട് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും സ്പീഡ് കൂടുതലുണ്ടോ, കുറവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് അടുത്ത വീഡിയോയിൽ അത് നമുക്കത് കറക്റ്റ് ആക്കിയിട്ട് അടുത്ത വീഡിയോസ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ NCERT-ലും SCERT-ലും ഈ ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ യൂറോപ്യൻസിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാനിതിൽ അടയാളപ്പെടുത്തുന്നത് മാത്രം നിങ്ങൾ നോട്ട്സ് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ അടയാളപ്പെടുത്തുന്നത് മാത്രം നോട്ട്സ് എഴുതിയാൽ മതി, എല്ലാം എഴുതേണ്ട കാര്യമില്ല. പക്ഷെ ഞാനിത് മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണല്ലേ. അപ്പൊ ചിലപ്പോൾ അവർ ഇവിടുന്ന് കുറച്ചെടുക്കും, പിന്നെ ഇവിടുന്ന് കുറച്ചെടുക്കും, അങ്ങനെ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നീട് അതിന്റെ പേരിൽ ഒരു സംശയം വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതിയാവും. ഓക്കെ. അപ്പൊ ഇത് NCERT ആണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ SCERT തുടങ്ങുന്നുണ്ട്. പിന്നീട് ഇവിടുന്ന് ഞാൻ കുറച്ച് നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്, ഇതിലൊന്നും ഇല്ലാത്തത്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളായിട്ട് കുറച്ച് നോട്ട്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? അപ്പൊ ആദ്യത്തെ ക്ലാസ് ആണ്. എല്ലാവരും ഒരു നോട്ടും പെന്നൊക്കെ എടുത്തിട്ട് എഴുതാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. നമുക്ക് പതിയെ പഠിച്ചു പോവാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ഓക്കെ. NCERT ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നു. അപ്പൊ വാസ്കോഡ ഗാമ കാപ്പാട് എത്തിച്ചേർന്നത് എപ്പോഴാണ്? 1498 വാസ്കോഡ ഗാമ കാപ്പാട്, കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നു അല്ലെ. അപ്പൊ കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ വരാനുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് 1453 ഓട്ടോമൻ തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതുവരെ അതായിരുന്നു ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വാണിജ്യ പാത എന്ന് പറയുന്നത്. പക്ഷെ ഈ തുർക്കികൾ ഇത് പിടിച്ചെടുത്തതോട് കൂടിയിട്ട് അവരുടെ വാണിജ്യം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കരമാർഗം യൂറോപ്യൻസിന് ഏഷ്യയിലേക്ക് വരാനുള്ള വഴി അടഞ്ഞു. അപ്പൊ അവർക്ക് എന്താണ് വേണ്ടിയിരുന്നത്? അവർക്ക് പിന്നീട് കടൽ മാർഗം ഒരു വഴി കണ്ടെത്തേണ്ടതായിട്ട് അവർക്ക് വന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാസ്കോഡ ഗാമ എന്ന് പറയുന്നത് 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വന്നിട്ട് ഇറങ്ങുന്നത്. പക്ഷെ ഈ ഉദ്യമം ആദ്യമായിട്ട് തുടങ്ങി വെക്കുന്നത് കൊളംബസ് ആണെന്നുള്ളതും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ്. കേരളത്തിന്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് KM പണിക്കർ വിളിച്ചത് ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയെടുക്കേണ്ടത് എന്താണ്? വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം. ഓക്കെ. വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM പണിക്കരാണ്. KM പണിക്കർ. ഓക്കെ. വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് KM പണിക്കർ വിളിച്ച ഇത് ഏകദേശം 5 നൂറ്റാണ്ടുകളോളം, ഓക്കെ, 463 വർഷമാണ് അവര് ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയാണ്?
63. ഓക്കെ, 463 വർഷമാണ് അവരിവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അവർ വന്ന വഴി അറിയപ്പെടുന്ന പേരെന്താണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി. ഓക്കെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഓക്കെ, അപ്പൊ അവർ എത്തിച്ചേർന്ന വഴി ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആണ്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തില് അറബികൾക്കുണ്ടായിരുന്ന കുത്തകം നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. അപ്പൊ കാർട്ടസ് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അവര് കോഴിക്കോട്, കണ്ണൂര്, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികൾ ഏർപ്പെടുകയും 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വയ്ക്കുകയും ചെയ്തു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഡച്ചുകാർ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? 1604 അല്ലെ? 1604 ഡച്ചുകാര് കോഴിക്കോട് എത്തിച്ചേരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് സാമൂതിരിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. പക്ഷെ വാസ്കോഡഗാമ എത്തിച്ചേരുന്ന സമയത്ത് 1498 സാമൂതിരിയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പക്ഷെ അത് പരാജയപ്പെടുകയും ചെയ്തതിനെ തുടർന്നിട്ട് അദ്ദേഹം കൊച്ചിയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഡച്ചുകാർ വന്ന സമയത്ത് അവര് സാമൂതിരിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. അവര് മധ്യ കേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരായും കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. ഓക്കെ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവര് വ്യാപാര കുത്തക സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാര് അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇവിടം കോട്ട കെട്ടി സംരക്ഷിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങളാണ് 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പൊ കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 മറക്കല്ലേ, 1741 എഴുതിയെടുക്കണേ. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്നിട്ടുള്ളത് ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്? അതായത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ കോട്ട കെട്ടി സംരക്ഷിക്കുകയാണ് അവരുടെ ഏരിയനെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അത് പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു. എന്തിനാണ്? അതായത് നമ്മുടെ കുരുമുളക്, ഇഞ്ചി അല്ലെ, അതൊക്കെ ശേഖരിച്ച് അവർ പോർച്ചുഗീസുകാരെയും പരാജയപ്പെടുത്തി. അപ്പോൾ കൂടുതൽ അധികാരത്തിലേക്ക് അവർ വരികയായിരുന്നു. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കോട്ട കെട്ടി സംരക്ഷിച്ചത്. പക്ഷെ അത് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പൊ കുളച്ചൽ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? ഡച്ചുകാര് പരാജയപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? ഡച്ചുകാര് പരാജയപ്പെട്ടു. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്തെ അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് ഇത് കാരണമായി. അപ്പോൾ 1741 നടന്നിട്ടുണ്ടായിരുന്ന കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇതില് ഡച്ചുകാര് പരാജയപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ ശക്തി ക്ഷയിക്കാനായിട്ട്, കേരളത്തിൽ അവരുടെ ശക്തി ക്ഷയിക്കാനായിട്ട് ഇത് കാരണമാവുകയും ചെയ്തു. ഓക്കെ, എഴുതിയെടുത്തല്ലോ അല്ലെ? ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തുന്നത് മാത്രം എഴുതിയെടുത്താൽ മതിയെ. അടുത്ത എന്താണ്? പോർച്ചുഗീസുകാരുടെ കാർട്ടസ്. ഇതാണ്ടോ കാർട്ടസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് കാർട്ടസ് എന്നുള്ളത് നോക്കാം നമുക്ക്. കാർട്ടസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു പാസ് ആണ്. അതായത് കടലിന്റെ ഒരു പാസ്. ഓക്കെ, അപ്പം ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് പാസ് സ്വന്തമാക്കണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ രേഖപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? കാർട്ടസിന്റെ കപ്പലിന്റെ വലിപ്പം മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ മെൻഷൻ ചെയ്യണം. ചരക്കിന്റെ വിവരങ്ങൾ, അതുപോലെ തന്നെ എത്തിച്ചേരുന്ന തുറമുഖം, ഇത്രയും കാര്യങ്ങൾ ഈ ഇതിൽ നമ്മൾ കാർട്ടസിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ഇതിൽ വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടിയിട്ട് ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ ഇങ്ങനെയുള്ള നയത്തിലേക്ക് പോയത്? അതായത് മറ്റുള്ള രാജ്യങ്ങളോ മറ്റുള്ള വ്യാപാര സംഘങ്ങളോ ഇന്ത്യയിൽ വന്നിട്ട് ഇത് നടത്താതിരിക്കാനും അവരുടെ ഒരു ആധിപത്യം കുറയാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ കാർട്ടസ് എന്ന് പറയുന്ന സമ്പ്രദായം നടത്തിയത്. എന്താണ് ഇപ്പൊ കാർട്ടസ് എന്ന് പറയുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? കപ്പലുകൾക്ക്, അതായത് നമ്മുടെ കടലിൽ നടത്തിയിരുന്ന ഒരുതരം പാസ് അല്ലെ. അതായത് പോർച്ചുഗീസുകാർ അല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ കപ്പലുകൾ വ്യാപാരത്തിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാസ് അവർ സ്വന്തമാക്കണം. അതിൽ വന്നിട്ട് ഈ കാർട്ടസിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരന്റെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം, ഇത്രയും കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം. ഈ പാസ് എടുക്കാത്ത കപ്പലുകളാണെന്നുണ്ടെങ്കിൽ അവരെ കൊന്നു തള്ളുകയോ അല്ലെങ്കിൽ അടിമകളാക്കി വെക്കുകയോ ചെയ്യുന്നതായിരുന്നു അന്നത്തെ പോർച്ചുഗീസുകാരുടെ സമ്പ്രദായം എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോകണം.
17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ ഇംഗ്ലീഷുകാർ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ. ഈ 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് എത്തിച്ചേരുന്നത്. ക്യാപ്റ്റൻ കീലിംഗ് ആണ്. അപ്പൊ ഈ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ വന്നെന്ന് പറഞ്ഞപ്പോ അവരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളാണ് കീലിംഗ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ കീലിംഗ്. ഓക്കെ, അപ്പൊ സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൻ പ്രകാരം മധ്യകേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അവർ ആദ്യമായിട്ട് കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പാണ്ഡികശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പാണ്ഡികശാലകൾ സ്ഥാപിച്ചു. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് പാണ്ഡികശാലകൾ സ്ഥാപിച്ചത് എവിടെയാണ്? ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി. ഓക്കെ, കുരുമുളകിലും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളിലും മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലും താല്പര്യമുണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു മറ്റൊരു സാമ്രാജ്യ ശക്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം വന്നതും ഇവരാണ്, പോർച്ചുഗീസുകാരാണ്. പിന്നീട് ഇംഗ്ലീഷുകാരെ പറയുന്നുണ്ട്, പിന്നെ ഡച്ചുകാരെ പറയുന്നുണ്ട്, പിന്നീട് ഇംഗ്ലീഷുകാരെ പറയുന്നുണ്ട്, ലാസ്റ്റ് ഫ്രഞ്ചുകാരെയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാമ്രാജ്യത്വ ശക്തി വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിൽ വ്യാപാരം തുടങ്ങുന്നതിന് അവർക്ക് അനുമതി സമ്പാദിച്ചു. അപ്പൊ അങ്ങനെ വാണിജ്യാധിപത്യത്തിന് ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായിട്ട് കേരളം മാറി. എന്നാലും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രുശക്തികളെല്ലാം തുരത്ത് കേരളത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. എന്നാൽ മുകളിൽ പറഞ്ഞ എല്ലാ യൂറോപ്യൻ കമ്പനികളും സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെയുള്ള തദ്ദേശീയരുടെ ചെറുത്തുനിൽപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർ, ഓക്കെ, പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാരുടെയും ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മയുടെയും ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള ആറ്റിങ്ങൽ റാണിയുടെയും ചെറുത്തുനിൽപ്പുകൾ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തതാണ് കുഞ്ഞാലി മരക്കാർ. ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ, എന്താണ്, കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു. ഓക്കെ, അപ്പൊ ആരാണ്? കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാരെന്ന് പറഞ്ഞു. അപ്പൊ അവര് പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല, അല്ലെ, എന്താണ്, ഒളിപ്പോര് യുദ്ധമുറകൾ സ്വീകരിച്ചു. അപ്പൊ ഗറില്ല ഒളിപ്പോരുകൾ സ്വീകരിച്ചത് ആരാണ്? കുഞ്ഞാലി മരക്കാറാണ്, അല്ലെ, കുഞ്ഞാലി മരക്കാറാണ്. അപ്പൊ 4 കുഞ്ഞാലികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ. ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് താഴോട്ട് മുമ്പ് പഠിക്കാം. ഓക്കെ, 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്ന് പറയുന്നത് കുഞ്ഞാലി 4-ാമനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600-ൽ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പൊ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചതിയാണ്, അല്ലെ, കൂടെ നിൽക്കുന്നവര് തന്നെ ചതിക്കുകയാണ്. അതായത് ഇപ്പൊ ഇതില് അദ്ദേഹം മരണപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സാമൂതിരി തന്നെയാണ്. അപ്പോ പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ചതിയിലൂടെയാണ് അദ്ദേഹത്തെയും കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ്? സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലിമാര്. അവർക്ക് പോർച്ചുഗീസുകാർക്കെതിരെ ഒളിപ്പോര് അല്ലെങ്കിൽ ഗറില്ല യുദ്ധമുറകൾ ആവിഷ്കരിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാലിമാരാണ്. 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4-ാമൻ. ഇതിൽ 4-ാമനായിരുന്നു പ്രധാനി. 4-ാമനെയാണ് 1600-ൽ ഗോവയിൽ വെച്ച് വധിച്ചത്. ഓക്കെ, അടുത്ത എന്താണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാലോ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ, PSCയുടെ ഇഷ്ട ചോദ്യമാണ് അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങള് ബ്രിട്ടീഷ് പാണ്ഡികശാല, ഓക്കെ, അതായത് നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ബ്രിട്ടീഷുകാരുടെ പാണ്ഡികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. എന്താണ്? ജനങ്ങള് ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ, ഓക്കെ, അവരുടെ ഇംഗ്ലീഷ് പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്തു. അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വൻതോതിലെ അഴിമതിയും, അപ്പൊ റീസൺസ് ചോദിക്കാട്ടോ. ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണങ്ങൾ മെയിൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വൻതോതിലുള്ള അഴിമതി. വൻതോതിലുള്ള അഴിമതി 1-ാമത്തെ കാരണം. കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകൾ. കുരുമുളകിന്റെ വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളും ജനങ്ങളുടെ പ്രധാന അമർഷത്തിന് പ്രധാന കാരണങ്ങളെ. കൂടാതെ മാമൂൽ പ്രകാരം, ഓക്കെ, ഇത് അടുത്ത റീസൺ ആണ്. മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാര് 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഓക്കെ, ഇതും ഒരു
റീസൺ ആണ്. അപ്പൊ എന്താ സംഭവിച്ചു? പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വൻതോതിലുള്ള അഴിമതിയും കുരുമുളകിൽ കാണിച്ചിട്ടുള്ള ക്രമക്കേടാണ്. ഈ ആറ്റിങ്ങൽ റാണിയുടെ ഇത് എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇത് നോക്കണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എന്താണ്? കുളച്ചൽ യുദ്ധം അല്ലെ. കുളച്ചൽ ഇതാണ് കേട്ടോ കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം എന്ന് പറയുന്നത്. വടകര കോട്ടക്കലിലാണ് കുഞ്ഞാലിമരക്കാരുടെ സ്മാരകം. ഓക്കെ, കുളച്ചൽ യുദ്ധം. എന്താണ് കുളച്ചൽ യുദ്ധം? മാർത്താണ്ഡവർമ്മ, ഓക്കെ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കി പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാറ് വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എവിടെയാണ്? കൽക്കുളമാണ് അല്ലെ. കൽക്കുളമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 10 കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. ക്യാപ്റ്റൻ ഡിനലോയ്, അപ്പൊ അവിടുത്തെ ഡച്ചുകാരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഡിനലോയ് ആയിരുന്നു. ക്യാപ്റ്റൻ ഡിനലോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാരായിട്ട് തടവുകാരായി പിടിക്കപ്പെട്ടു. ഡിനലോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറി. ഓക്കെ, അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ ഡിനലോയ് എന്ന് പറയുന്നത്. പക്ഷെ ഡിനലോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എന്താണ്? 18-ാം നൂറ്റാണ്ടിലെ കേരളം. 18-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിലെ വലിയ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1729 മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം. അപ്പോൾ മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണനായത് വർഷം ഏതാണ്? 1729. ഓക്കെ, ഈ വർഷത്തിലാണ് അദ്ദേഹം ആയത്. അപ്പൊ തിരുവിതാംകൂറിൽ അതൊരു പുതുയുഗത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതാണ്. കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥകൾക്ക് വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ക്ഷേത്ര കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കണ്ടെഴുത്ത്, ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ നടത്തി വന്നിരുന്ന ഭൂസർവേ, ഓക്കെ, നമ്മള് തിരുവിതാംകൂറിൽ നടത്തി വന്നിരുന്ന ഭൂസർവേ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കണ്ടെഴുത്ത്. ഓക്കെ, എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിട്ടു. അപ്പൊ തിരുവിതാംകൂറിൽ നടത്തി വന്നിരുന്ന ഭൂസർവേ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് കണ്ടെഴുത്ത് എന്നാണ്. ഓക്കെ, ഈ ഭൂസർവേ ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമാക്കി. അതായത് എല്ലാവർക്കും ഇത് ബാധകമാണെന്നുള്ള ഒരു നിയമം അവിടെ വന്നു. ക്ഷേത്ര കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതി അദ്ദേഹം തയ്യാറാക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാർ എന്ന പ്രഭുക്കന്മാരെ അദ്ദേഹം അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി. ഈ നടപടികൾ രാജകുടുംബത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ക്ഷേത്രങ്ങൾക്ക് പ്രഭുക്കന്മാർക്കുമുള്ള ഓഹരികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരവക എന്ന് അടയാളപ്പെടുത്തപ്പെട്ടു. അപ്പൊ ഭൂമി എന്ന അർത്ഥം വരുന്ന എന്താണ്? പണ്ടാരവക. ഓക്കെ, പണ്ടാരവക എന്നാൽ അർത്ഥം എന്താണ്? ഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. പണ്ടാരവക എന്നാൽ എന്താണ്? ഭൂമി. ഓക്കെ, ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക എന്നിങ്ങനെ ഭൂമിയെ തരംതിരിച്ചു. അപ്പോൾ തിരുവിതാംകൂറില് ഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത് എത്രയായിട്ടാണ്? 3 ഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത്. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക. ഓക്കെ, അപ്പൊ ഭൂമിയെ തരംതിരിച്ചു. കുരുമുളക്, ഉപ്പ്, പുകയില എന്നിവയുടെ വ്യാപാരത്തിന്മേൽ ഉണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. അനവധി പ്രഭുക്കന്മാരുടെ കീഴില് കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടത് കിടന്ന കൊച്ചിയും മാറ്റങ്ങൾ സംഭവിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ഈ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. ഓക്കെ, സമ്പന്നരായിട്ടുള്ള പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചു. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമമായിട്ടുള്ള പരസ്പരമായ, അതായത് വ്യക്തിപരമായിട്ടുള്ള അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥ. അപ്പൊ കേട്ടെഴുത്ത് എന്നതിന്റെ അർത്ഥം എന്താണ്? കേട്ടെഴുത്ത് എന്നതിന്റെ അർത്ഥം കേട്ട വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വ്യവസ്ഥ. കേട്ടെഴുത്തിന്റെ അർത്ഥം എന്താണ്? കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വ്യവസ്ഥയാണ് കേട്ടെഴുത്ത് എന്ന് അറിയപ്പെടുന്നത്. ഇതേ തുടർന്ന് നിർണയ ഉദ്യോഗസ്ഥന്മാരെ ഭൂമി പരിശോധിക്കുകയും അളക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ധാരണയാവുകയും ചെയ്തു. എന്താണോ കണ്ടത് അതിന്റെ അർത്ഥം എന്നുള്ള കണ്ടെഴുത്ത് ഇത് അറിയപ്പെട്ടു. ഓക്കെ, കോവിലകത്തും വാതിൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിച്ചു. ഓക്കെ, അപ്പോ കണ്ട് എഴുതിയത് എന്ന് പറയുന്നതിനെയാണ് കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോവിലകത്തും വാതിൽ എന്നാൽ എന്താണ്? വലിയ റവന്യൂ. ഓക്കെ, കോവിലകം എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിച്ചു. ഭരണത്തിന്റെ അടിസ്ഥാനം ഘടകം
പ്രവർത്തിക്കുമാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. കേന്ദ്രീകൃത നയമെന്നാണ് നയമാണ് ശക്തൻ തമ്പുരാനും പിന്തുടർന്നത്. അങ്ങനെ ഈ രണ്ട് ഭരണാധികാരികളുടെ പ്രവൃത്തികൾ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ പ്രബല നാട്ടുരാജ്യങ്ങളാക്കി മാറ്റി. 18-ാം നൂറ്റാണ്ടിന്റെ മലബാർ ചരിത്രം തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. 18-ാം നൂറ്റാണ്ടില് കേരളത്തെ സവിശേഷമാർന്ന രാഷ്ട്രീയ സാഹചര്യം മൈസൂർ ഭരണാധികാരികളെ മലബാർ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിച്ചു. അപ്പൊ 18-ാം നൂറ്റാണ്ടിലെ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണങ്ങൾ മലബാറിലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം 1773 അവര് വരുത്തി. നികുതിയായിട്ട് ഉൽപാദനത്തിന്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥര് കർഷകരിൽ നിന്നും പ്രധാനമായും കാണക്കാരിൽ നിന്നും പേരിട്ട് പിരിച്ചു. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയാവുകയും കർഷകന്റെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്തു. പാടങ്ങൾക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയും വരണ്ട ഭൂമികളും ക്ഷേത്രഭൂമികളും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന അർഷാദ് ബെഗ് ഖാൻ മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായിട്ട് ഉടമ്പടികളിൽ ഏർപ്പെടുകയും അതിൻ പ്രകാരം വർഷം തോറും ഒരു നിശ്ചിത തുക മൈസൂർ ഭരണാധികാരികൾക്ക് നൽകേണ്ടതായി വരികയും ചെയ്തു. അപ്പോ ഇവിടെ നമ്മുടെ ആൾക്കാരുമായിട്ട് അല്ലെ, നമ്മുടെ ഭരണാധികാരികളുമായിട്ട് ഒരു ഇതിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ടിപ്പു സുൽത്താന്റെ ഉദ്യോഗസ്ഥൻ ആരാണ്? അർഷാദ് ബെഗ് ഖാനാണ്. എന്താണ്? അർഷാദ് ബെഗ് ഖാനാണ്. അപ്പോ മിൻ ഇബ്രാഹിമിന്റെ കീഴിൽ നടന്ന രണ്ടാം നികുതി പരിഷ്കാരത്തിൽ ഒന്നാം പരിഷ്കാരത്തിലെ ഭൂമി അളവിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും എല്ലാ നായർ ജാന്മിമാർക്കും മറ്റു മുഖ്യന്മാർക്കും കൂടി നികുതി ചുമത്തുകയും ചെയ്തു. നേരത്തെ നികുതി നൽകാതിരുന്ന ചില മുഖ്യന്മാർ ഇതോടെ നികുതി നൽകാൻ നിർബന്ധിതരായി എന്ന അർത്ഥം. അപ്പൊ പൊതുവിൽ ഭൂമിക്ക് അമിതമായിട്ടുള്ള നികുതി ചുമത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മൈസൂർ ഭരണാധികാരികൾ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. നാണ്യവിളകളായിട്ടുള്ള പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നിവ സർക്കാരിന്റെ കുത്തകയാക്കി മാറ്റി. തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായ ഇത്തരം കുത്തക കർഷകരെ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വ്യാപാര വർധനവിന് വേണ്ടി മലബാറിൽ യാത്രയ്ക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ടിപ്പു മെച്ചപ്പെടുത്തി. ടിപ്പുവിനെ മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ടിപ്പു സുൽത്താനെയാണ് നമ്മള് ടിപ്പു സുൽത്താനെയാണ് മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. മലബാറിലെ എല്ലാ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളുടെ ഒരു വ്യാപാരമായ ശൃംഖല തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മലബാറിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളുടെ ഒരു വ്യാപകമായ ഒരു ശൃംഖല തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ചു. ഇതവിടെ നമ്മൾ ഇതൊന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണപരിഷ്കാരങ്ങൾ. തൃപ്പടിദാനം നടന്നിട്ടുള്ളത് എപ്പോഴാണ്? 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. ഈ പ്രവൃത്തിയിലൂടെ ദയവൻ ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രകനാവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള കലാപങ്ങളും വിമർശങ്ങളും ദൈവദോഷമായിട്ട് പരിഗണിക്കപ്പെട്ടു. അപ്പോൾ തൃപ്പടിദാനം എന്ന് നടത്തിയിട്ടുള്ളത് എപ്പോഴാണ്? 1750 ജനുവരി 3 ആരാണ് നടത്തിയത്? മാർത്താണ്ഡവർമ്മയാണ് നടത്തിയത്. അടുത്തത് രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. പ്രവൃത്തിക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഘടകം. അപ്പോൾ രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. പ്രവൃത്തിക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥന്റെ കീഴിലായിരുന്നു. തിരുവിതാംകൂറിൽ ആകെ 20 മണ്ഡപത്തും വാതുക്കലായിട്ട് വിഭജിച്ചു. അപ്പൊ തിരുവിതാംകൂറിനെ എത്ര മണ്ഡപത്തും വാതുക്കലായിട്ടാണ് വിഭജിച്ചത്? 20 ആയിട്ടാണ് വിഭജിച്ചത്. വിവിധ മുഖങ്ങൾ ആയിട്ട്, അതായത് ഭാഗങ്ങളായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്തു. പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബഡ്ജറ്റ് അദ്ദേഹം രൂപം നൽകി. അപ്പോൾ തിരുവിതാംകൂറിന്റെ വാർഷിക ബഡ്ജറ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? പതിവ് കണക്ക്. തിരുവിതാംകൂറിന്റെ വാർഷിക ബഡ്ജറ്റ് അറിയപ്പെടുന്ന പേരാണ് പതിവ് കണക്ക് എന്ന് പറയുന്നത്. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളുകളെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവന കാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. അപ്പൊ സൈന്യത്തിലുള്ള ആൾക്കാർക്ക് ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. അപ്പൊ അവർക്ക് നൽകിയിരുന്ന പെൻഷൻ അല്ലെ, അവരുടെ പട്ടാളത്തിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾക്ക് നൽകിയിരുന്ന പെൻഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഇരയിളി അടുത്തൂൺ.
ഹടത്തൂൺ, ഇരയിലി ഹടത്തൂൺ എന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഡച്ച് പട്ടാളക്കാരായ ദിനലോയുടെ സഹായവും ലഭിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഡച്ച് പട്ടാളക്കാരനായിരുന്ന അദ്ദേഹത്തിന്റെ കപ്പിത്താനാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ സഹായവും അവർക്ക് ലഭിച്ചിരുന്നു. ഓക്കെ, ശക്തൻ തമ്പുരാൻ. ആരാണ് ശക്തൻ തമ്പുരാൻ? കൊച്ചിയുടെ ചരിത്രത്തിലെ ശക്തൻ തമ്പുരാൻ ഭരണ കാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന്റെ യുഗമായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു, തൃശൂർ പൂരം ആരംഭിച്ചു. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയ പൊതുജന ഉപകാരപ്രദമായ പ്രവർത്തികൾ നടപ്പിലാക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു. കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ച അദ്ദേഹം ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തത് മൈസൂർ ആക്രമണങ്ങൾ. എന്താണ് മൈസൂർ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്? 1760-കളിൽ ഹൈദർ അലിയാണ് മൈസൂരിന്റെ കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 1760-ല് ഹൈദർ അലി 1760-ല് ഹൈദർ അലിയാണ് മൈസൂറിന്റെ ഇതിലേക്ക് തുടക്കം കുറിക്കുന്നത്. കണ്ണൂരിലെ ആലി രാജ കോലത്തു നാടുമായിട്ട് തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദർ അലിയെ ക്ഷണിച്ചു. അദ്ദേഹം ആലി രാജയുടെ സഹായത്തോടെ കോലോത്തുനാട് കൊട്ടാരം പിടിച്ചെടുക്കുകയും തുടർന്ന് കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നിവയ്ക്ക് നേരെ തിരിയുകയും ചെയ്തു. ഈ ശക്തികളെ കീഴടക്കിയതിനു ശേഷം മൈസൂർ സൈന്യം കോഴിക്കോട്ടേക്ക് നേരെ തിരിഞ്ഞു. 1773 ഹൈദറുടെ രണ്ടാം ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. കൊച്ചി മൈസൂരിന്റെ പരമാധികാരം അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂർ ശക്തമായിട്ട് എതിർത്തു. ഓക്കെ, ഹൈദരലിയുടെ മകനും പിൻഗാമിയും ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയും 1788-ല് തെക്കൻ മലബാർ മുഴുവൻ തന്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഫറൂഖാബാദ് എന്ന് പിന്നീട് അറിയപ്പെട്ട കോഴിക്കോടിനടുത്തുള്ള ഫറൂഖ് ആയിരുന്നു ടിപ്പുവിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടിപ്പുവിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? കോഴിക്കോടുള്ള ഫറൂഖ്. ഓക്കെ, കോഴിക്കോടുള്ള ഫറൂഖ് ആയിരുന്നു ടിപ്പുവിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയും 1792 ഇത് ഇമ്പോർട്ടന്റ് ആണ്. 1792 അദ്ദേഹത്തെ കൊണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിക്കുകയും ചെയ്തു. അതോടെ മലബാർ മുഴുവനായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1792-ലാണ്. ആരൊക്കെ തമ്മിലാണ്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ പറയാനുള്ളത്. മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ. ഓക്കെ, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിന്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിന്റ് കമ്മീഷണർമാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായിട്ട് വെവ്വേറെ ഉടമ്പടികളിൽ എത്തിച്ചേരുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലിഖാന നിശ്ചയിക്കുകയും ചെയ്തു. 1793 മാർച്ച് 30-ന് മലബാറിനെ രണ്ട് മേഖലകളായിട്ട് തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമായിരുന്ന വടക്കൻ മലബാറിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തലശ്ശേരി ആയിരുന്നു. അപ്പോൾ തെക്കൻ മലബാറിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ചെർപ്പുളശ്ശേരി ആയിരുന്നു. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടിയിട്ട് ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800-ല് ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിലേക്ക് മലബാർ കൈമാറി. ഓക്കെ, അപ്പോൾ മാലിഖാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഏതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ അല്ലെ, എന്താണ് മലബാർ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തി നമ്മൾ പറഞ്ഞില്ല അല്ലെ. ഓക്കെ, 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കീഴിൽ മലബാറിലെ ഭൂബന്ധങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു. ഓക്കെ, ഇപ്പൊ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിഖാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. അപ്പൊ അന്നത്തെ കാലത്ത് പെൻഷൻ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? മാലിഖാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരുടെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേൽ ഉണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്തുടമകളാക്കുകയും കാണക്കാർ അഥവാ കുടിയന്മാരെ കുടിക്കിടപ്പ് കർഷകൻ എന്ന നിലയിലേക്ക് തള്ളിയിട്ടു. ഓക്കെ, നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മലബാറിൽ വിപുലമായ ഒരു ഭരണ സംവിധാനം ഒരുക്കപ്പെട്ടു. പ്രാദേശിക മുഖ്യരയിലൂടെയുള്ള പരോക്ഷ നികുതി പിരിവ് പരാജയമാണെന്ന് മനസ്സിലാക്കി നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ച ജോയിന്റ് കമ്മീഷണർമാരെ ഏൽപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇതേ സമയം തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ നാമമാത്രമായ സ്വയംഭരണത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഈ രണ്ടു നാട്ടുരാജ്യങ്ങളും എല്ലാ സമയവും നേരിട്ടുള്ള സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ഭീഷണിയിൽ തുടർന്നു. 1788 മുതൽ
സാമ്രാജ്യത്വ ഭരണഘടനത്തിൽ ഒരു ഏജന്റായ റെസിഡന്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേറ്റു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു കേണൽ ജോൺ മൺറോ. ഓക്കെ, എന്താണ് കേണൽ മൺറോ? ഓക്കെ, അപ്പൊ അതായത് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു കേണൽ ജോൺ മൺറോ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതോടെ കേരള ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. സാമ്രാജ്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ യുഗം മലബാറിൽ കേരളവർമ്മ പഴശ്ശിരാജയും കുറിച്യ ഗോത്ര വംശജരും തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും കൊച്ചിയിലെ പാലിയത്ത് കോമിയച്ചനും ഇത്തരത്തിലെ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങള് സംഘടിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് NCERT-യിൽ നമുക്ക് നോക്കാനായിട്ട്. ഇതിലെല്ലാം പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഈ അടയാളപ്പെടുത്തിയത് മാത്രം എന്റെ കൂടെ അങ്ങനെ ഒന്ന് എഴുതിയിട്ട് പോയാൽ മതി. അതല്ല, ഇനി അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഇതില് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ NCERT-യിൽ. നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് SCERT ആണ്. ഇതില് ഒരു ചാപ്റ്റർ മുഴുവൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിൽ SCERT-യില് 7th സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ ആണത്. ഇത് 7th സ്റ്റാൻഡേർഡിലെ ഭാഗം 2-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്നതാണ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇത് മുഴുവനും നോക്കാനായിട്ടുണ്ട്, കാരണം മുഴുവൻ ഇവരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അതായത് തുർക്കികള് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്യയും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് ഒരു കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താനായിട്ട് ശ്രമം ആരംഭിച്ചത്. ഓക്കെ, സമുദ്രത്തിലൂടെയുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ, ഇവിടെ വരെ നോക്കിയാൽ മതി, സമുദ്രത്തിലൂടെയുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ഓക്കെ, കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ഓക്കെ, അപ്പോൾ ഇതില് പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. ഓക്കെ, 1498 സെയിം മാറ്റേഴ്സ് തന്നെയാണ്. 1498 മെയ് മാസത്തിൽ ഒരു പ്രഭാതം കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. ഓക്കെ, അപ്പൊ 3 കപ്പലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പോകെ പോകെ പഠിക്കാം കേട്ടോ. ഓക്കെ, വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായിട്ട് എത്തിയ വാസ്കോഡ ഗാമയും സംഘവുമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയാണ്, 60 ഇരട്ടി ലാഭമാണ് ഇവിടെ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അവര് ലഭിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ അദ്ദേഹം കണ്ണൂരെത്തി. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ചിട്ട് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡ ഗാമയെ തുടർന്ന് അൽമേഡ, ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇവരൊക്കെ, അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാര് വാണിജ്യത്തിനായിട്ട് ഇവിടെ എത്തി. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാരുടെ പ്രധാന പ്രദേശങ്ങൾ അല്ലെ, അതായത് അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? ഗോവയും ദാമന്തിയുമായിരുന്നു. അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗോവയും ദാമന്തിയുമായിരുന്നു. അപ്പോൾ തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും സെന്റ് ആഞ്ചലോസ് കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. എന്താണ്? തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പറങ്കികൾ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഓക്കെ, പറങ്കികൾ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ഇത് ഓൾഡ് SCERT ആണ്, പുതിയ SCERT അല്ല കേട്ടോ, ഇത് പഴയ SCERT ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില, ഇതൊക്കെ ഇത്രയും കാർഷിക വിളകള് അവിടെ നിന്ന് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ ഇവിടെ മുതൽ എഴുതിയെടുക്കണേ, വാസ്കോഡ ഗാമ ഇവിടെ മുതൽ എഴുതിയെടുക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു, ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചു, അതുപോലെ തന്നെ പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അവരാണ്. അതുപോലെ നമ്മുടെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ
ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. ചിലപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നോക്കണം കേട്ടോ. അതായത് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായിട്ട് പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കാരണങ്ങളായിട്ട് SCERT പറയുന്നത് എന്താണ്? മറ്റു യൂറോപ്യൻ ശക്തികളുമായിട്ട് മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓപ്ഷൻസിൽ തരുന്നത് ഉണ്ടായിരുന്നു എന്നായിരിക്കും തരിക. അപ്പൊ ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് മറ്റു യൂറോപ്യൻ ശക്തികൾ അല്ലെ, നമ്മുടെ ഫ്രഞ്ചുകാരാണെങ്കിലും ശരി, നമ്മുടെ ഡച്ചുകാരാണെങ്കിലും ശരി, ബ്രിട്ടീഷ് ആണെങ്കിലും ശരി, അവർക്കെതിരെ മത്സരിക്കാനുള്ള സൈനികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞതും ഡച്ചുകാരായിട്ടും ഒക്കെ അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. സോ അതാണ് അവർക്ക് കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയാതെ പോയത്. ഓക്കെ, അപ്പൊ മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലി മരക്കാരാണ്. ആരാണ്? കുഞ്ഞാലി മരക്കാർ. എന്താണ്? മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരാണ്. ആരാണ്? കുഞ്ഞാലി മരക്കാരാണ്. ഓക്കെ, അപ്പൊ കുഞ്ഞാലി മരക്കാർ ആരാണ്? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡച്ചുകാർ. അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് ഇത്രേ SCERT പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് ഡച്ചുകാരെ കുറിച്ച് നോക്കിയാലോ. കച്ചവടത്തിനായിട്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ എന്ന് പറയുന്നത്. കൊല്ലം, കൊച്ചി. ഓക്കെ, എന്താണ്? കൊല്ലം, കൊച്ചി എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന കോഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്താണ്? നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആണ്. ഡച്ചുകാരനായിട്ടുള്ള വാൻ റീഡ് ആണ്. ഡച്ച് ഗവർണർ ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ആരായിരുന്നു? ഡച്ചിന്റെ ഗവർണർ ആയിരുന്നു ഇദ്ദേഹം. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കിയത് ആരാണ്? ഡച്ചുകാരനായിട്ടുള്ള വാൻ റീഡ് ആണ്. അദ്ദേഹം ഡച്ചിന്റെ ഗവർണർ ആയിരുന്നു. അതിനുവേണ്ടി ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ എന്ന് പറയുന്നത്. പിന്നീട് കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായിട്ട് തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പൊ 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാര് പരാജയപ്പെട്ടു. ഓക്കെ, അതോടുകൂടിയിട്ട് അവരുടെ അടിത്തറ നഷ്ടമായി. അപ്പൊ ഡച്ചുകാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ലന്തക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മുടെ പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത് പറങ്കികൾ എന്നും ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷുകാരുടെ വരവാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് അറിയാലോ അല്ലെ. അപ്പോൾ ഇവര് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവരുടെ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. മദ്രാസ്, ചെന്നൈ, കൽക്കത്ത, അതുപോലെ തന്നെ ബോംബെ, മുംബൈ ഇവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. വാണിജ്യ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചു. ഓക്കെ, അടുത്തത് ഫ്രഞ്ച് വാണിജ്യങ്ങൾ എന്താണ്? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. എവിടെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഓക്കെ, അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എവിടെയാണ്? പോണ്ടിച്ചേരി ആയിരുന്നു. ഓക്കെ, കച്ചവടാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലെ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു മത്സരം. ഇവർ തമ്മിൽ നടത്തിയ മത്സരങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതിൽ ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു. ഓക്കെ, എന്താണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന മത്സരങ്ങൾ എന്താണ് അറിയപ്പെട്ടിരുന്നത്? കർണാട്ടിക് യുദ്ധം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, കർണാട്ടിക് യുദ്ധം എന്നാണ് അറിയപ്പെട്ടത്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. ഓക്കെ, വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. ഓക്കെ, ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായിട്ട് അധികാരം നേടുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് അധികാരം നേടിയത് എവിടെയാണ്? ബംഗാളിലായിരുന്നു കേട്ടോ. ബംഗാളിലായിരുന്നു ആദ്യമായിട്ട് അധികാരം നേടിയത്.
കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. പ്ലാസി യുദ്ധം നടന്നത് 1757 ആരുമായിട്ടാണ് നടന്നത്? സിറാജുദ്ദൗളയുമായിട്ടാണ് നടന്നത്. ഓക്കെ, 1764 ബക്സാർ യുദ്ധവും നടന്നു. അത് നടന്നത് 1764 അപ്പൊ ഇതും വിജയിച്ചതോട് കൂടിയിട്ട് കമ്പനിയുടെ കീഴിലായി. ഓക്കെ, ബംഗാൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകളിൽ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങൾ. അഥവാ കർണാട്ടിക് പ്രദേശങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലാസിയും ബക്സാറും. സിറാജുദ്ദൗളയെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറുമായിട്ട് ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലവ് ഉണ്ടാക്കിയ രഹസ്യ ധാരണയിലൂടെയാണ് ബ്രിട്ടീഷുകാരെ വിജയിച്ചത്. ഓക്കെ, പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ വിജയിച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പണ്ടെന്ന് പറയുന്നത് ചതിയാണ്, കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫർ, അദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടാക്കിയ രഹസ്യ ധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുന്നത്. എന്നാൽ ബക്സാറിലേത് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. പക്ഷെ അവിടെ എന്ന് പറയുന്നത് അവരുടെ സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. ഓക്കെ, ഷാ ആലം രണ്ടാമൻ ആരാണ്? മുഗൾ ചക്രവർത്തി. ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി. ഷുജാ ഉദ് ദൗല. ഓക്കെ, ഷുജാ ഉദ് ദൗല എന്ന് പറയുന്നത് ആരാണ്? അവധിലെ നവാബാണ്. അവധിലെ നവാബ്. മിർക്കാസിം ആരാണ്? മുൻ ബംഗാൾ നവാബാണ്. എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത്. ഇവയുടെ സൈന്യത്തെ, അതായത് സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട്. അടുത്തത്, ആധിപത്യം വ്യാപിക്കുന്നു. മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു മൈസൂര്. ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. മൈസൂരിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും മൈസൂര് കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് മരണം വരിക്കുന്നത്. അപ്പൊ ടിപ്പു സുൽത്താൻ മരണം വരിച്ചത് എപ്പോഴാണ്? 4ാമത്തെ യുദ്ധത്തിലാണ്. ഓക്കെ, 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് അദ്ദേഹം മരണം വരിക്കുന്നത്. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പൊ ഇതോട് കൂടിയിട്ട് മലബാറും കൂർഗ് അധീനതയിലാണ്. എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. ഓക്കെ, 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായിട്ട് ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഓക്കെ, എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായിട്ട് ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ഉടമ്പടി അനുസരിച്ചാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത്. ഓക്കെ, മറാത്ത പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തയായിരുന്നു ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ കരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, ഔദ് എന്നീ പ്രദേശങ്ങളും അവർ കീഴടക്കി. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് കീഴടക്കിയത് എങ്ങനെയെന്ന് നാം കണ്ടു. കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഓക്കെ, സൈനിക വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ സൈനിക വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഓക്കെ, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്, ഝാൻസി, നാഗ്പൂർ എന്ന നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യക്കന്മാര് കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് അധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി.
പുരുഷ അനന്തരാവകാശിയില്ലാത്ത ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ കീഴടക്കാൻ വ്യത്യസ്ത തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ഈ പ്രസ്താവന ഇതാക്കിയിട്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 1757 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷിന്റെ അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയിൽ വന്ന പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പിലാക്കി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ കേട്ടോ. മെയിൻ ഇതൊക്കെ പറയുന്നത് ദ്വിത്വവകാശ നിരോധന നിയമമൊക്കെ തന്നെയാണ് കാരണങ്ങൾ. അപ്പോൾ കമ്പനി അധികാരത്തിലേക്കാണ്. ഓക്കെ, കമ്പനി അധികാരത്തിലേക്ക് എന്ന് വരുന്ന സമയത്ത് യുദ്ധങ്ങൾ വഴി എന്തൊക്കെയാണ്? പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, മൈസൂർ യുദ്ധം, മറാത്ത യുദ്ധം. ഓക്കെ, അപ്പൊ ഈ പ്ലാസി യുദ്ധം വഴി ബംഗാളും മൈസൂർ യുദ്ധം വഴി മലബാർ കൂർഗും, മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്തിയും അവരെ പിടിച്ചെടുത്തു. നിയമനിർമ്മാണം വഴി, അതായത് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോറും, സാൻസി, സത്താറ, നാഗ്പൂരും തുടങ്ങിയ പ്രദേശങ്ങളും അവരെ പിടിച്ചെടുത്തു. അപ്പൊ ഇതിലൂടെ എല്ലാം ലക്ഷ്യം വെച്ചത് എന്താണ്? കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണം നടപ്പിലാക്കുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SCERT ഉള്ളത് കേട്ടോ. അപ്പൊ ഇതൊന്ന് അടയാളപ്പെടുത്തിയത് മാത്രം എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പൊ ഇതിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ആവശ്യമാണ്. അപ്പൊ അത് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് നോട്ട്സ് ആണ്. അപ്പൊ ഇതിലൂടെ കൂടിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ നോട്ട്സിലോട്ട് നമുക്ക് പോവാം. അപ്പൊ ഇതില് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് കേട്ടോ. എന്താണ്? 1453. ഓക്കെ, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കേട്ടോ. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഏഷ്യ യൂറോപ്പ് കച്ചവട ബന്ധം തടസ്സപ്പെട്ടു. അതായത് ആ ഒരു ഭാഗം ഇതാക്കിയതോട് കൂടിയിട്ട്, അതായത് ഇത് മെയിൻ ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തോടു കൂടി തന്നെ ആ ഒരു പാത അവിടെ അടയ്ക്കപ്പെട്ടു. അപ്പൊ പിന്നീട് ഈ കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് ഒരു പാത കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയാണ് ഒരു കടൽ മാർഗം, ഓക്കെ, ഒരു കടൽ മാർഗം, ഒരു വാണിജ്യ പാത കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം ശരിക്ക് ആദ്യമായിട്ട് അതിനുള്ളൊരു ശ്രമം, ഔദ്യോഗികമായിട്ടൊരു ശ്രമം നടത്തിയത് കൊളംബസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. കൊളംബസ് ആണെന്നാണ് പറയുന്നത്. പിന്നീടാണ് വാസ്കോഡ ഗാമയൊക്കെ ഇവിടെ എത്തുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ വിദേശികൾ ആരാണ്? അപ്പൊ ആദ്യം എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്ന വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ്. അറബികളാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ. അപ്പൊ പോർച്ചുഗീസുകാർ എന്താണ്? പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത് കടൽ മാർഗം എത്തിയത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ ഇതില് പോർച്ചുഗീസുകാർ എന്ന് പറയുന്ന സമയത്ത് ആദ്യം എത്തിയത് ആരാണ്? വാസ്കോഡഗാമയാണ് കടൽ മാർഗം ആദ്യമായിട്ട് എത്തിയത്. അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് പറയുന്നത് അറബികളും. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ഉള്ളത് നമ്മുടെ ദുബായിലും അതുപോലെ തന്നെ സൗദിയിലും ഒക്കെ അല്ലേ. അപ്പൊ ഇന്ത്യക്കാർ കൂടുതലൊക്കെ അവിടെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം എത്തിയത് ആരാവാനാണ് ചാൻസ് കൂടുതൽ? അറബികളായിരിക്കാനാണല്ലേ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ്. ഓക്കെ, അപ്പൊ കടൽ മാർഗം എത്തിയത് പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമയാണ് ആദ്യമായിട്ട് എത്തിയത്. വാസ്കോഡ ഗാമ എപ്പോഴാണ് എത്തിയത്? 1498 മെയ് 20-നാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എത്തിയത് എവിടെയാണ്? കോഴിക്കോട് കാപ്പാടാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കാപ്പാടാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമ രണ്ടാമത് വന്നത്, ഓക്കെ, രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത് 1502-ലാണ്. ഓക്കെ, 1502-ലാണ് വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് കേരളത്തിൽ വരുന്നത്. അദ്ദേഹം ടോട്ടൽ 3 തവണയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ മൂന്നാമത് വന്നിട്ടുള്ളത് എപ്പോഴാണ്? 1524-ലാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ 1524 വന്ന സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അദ്ദേഹം വന്നത് പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിട്ടാണ്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിട്ടാണ് വാസ്കോഡ ഗാമ ഇവിടെ ഇത്തവണ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 1524-ലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം 1524 ഇവിടെ നിന്ന് തന്നെയാണ് ഡിസംബർ 24-ാം അദ്ദേഹം അന്തരിക്കുന്നത്. എപ്പോഴാണ്? 1524 ഡിസംബർ 24-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ലിസ്ബണിൽ നിന്നുമാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ലിസ്ബണിൽ നിന്നും 1497-ലാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. 1498 മെയ് 20-ന് അദ്ദേഹം കോഴിക്കോട്
കീഴ്പ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് എങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമൻ എന്ന പോർച്ചുഗീസ് രാജാവാണ് അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പൊ നമ്മൾ SCERT-ലും NCERT-ലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 കപ്പലുകൾ കോഴിക്കോട് കാപ്പാട് വന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ കപ്പലിന്റെ പേര്. അദ്ദേഹത്തിന് അനുഗമിച്ച കപ്പലുകൾ, അതായത് അതിന്റെ പുറകെ വന്നിരുന്ന കപ്പലുകൾ എന്ന് പറയുന്നത് സെന്റ് റാഫേലും ദി ബറിയോ. ഓക്കെ, സെന്റ് റാഫേലും ദി ബറിയോ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ സെന്റ് റാഫേലും അതുപോലെ തന്നെ സെന്റ് ബറിയോയുമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി എന്ന് പറയുന്നത് അൽവാരോ വെൻഹോവാണ്. ആരാണ്? അൽവാരോ വെൻഹോവാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1524 ഡിസംബർ 24-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചതിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിൽ. ഓക്കെ, സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്നിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം 1939 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 1939 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇന്ത്യയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതായത് ജെറോനിമസ് കത്തീഡ്രൽ പോർച്ചുഗൽ. ഓക്കെ, പോർച്ചുഗലിൽ ലിസ്ബണിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ജെറോനിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി. എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി ആരാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? അറിയപ്പെട്ടിരുന്ന വ്യക്തി വാസ്കോ ഡ ഗാമയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് അവരുടെ തന്നെ രാജാവായ മാനുവൽ ഒന്നാമനാണ്. അദ്ദേഹത്തിനെ ഇങ്ങോട്ടേക്ക് അയച്ച വ്യക്തി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാജാവായിട്ടുള്ള മാനുവൽ ഒന്നാമനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരാണ്? അൽവാരസ് കബ്രാൾ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് അൽവാരസ് കബ്രാൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ എത്തുന്നത് 1500-കളിലാണ് കബ്രാൾ ഇവിടെ എത്തുന്നപ്പോഴാണ് 1500-കളിലാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ കൊച്ചിയില് പണ്ടകശാല സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ബ്രസീൽ കണ്ടുപിടിച്ചത്. ഓക്കെ, ബ്രസീൽ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. കബ്രാളാണ് ബ്രസീൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? മൂന്നാമതായിട്ട് വന്ന വ്യക്തിയാണ് ജാവോഡോ നോവ എന്ന് പറയുന്നത്. ആരാണ്? ജാവോഡോ നോവയാണ് മൂന്നാമതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അൽബുക്കർക്ക് കൊച്ചിയിൽ എത്തിയപ്പോഴാണ്? അൽബുക്കർക്ക് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് 1503 സെപ്റ്റംബറിലാണ്. അൽബുക്കർക്ക് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് 1503 സെപ്റ്റംബറിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അൽബുക്കർക്ക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ആരാണ്? രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. 1628-ലാണ് ഇവിടെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. അത് പറയണേ, 1628-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ സ്ഥാപിതമായത്. ഓക്കെ, അപ്പൊ അൽബുക്കർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേര് വന്നു പോയെങ്കിലും ഈ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത് അൽബുക്കർക്കിനെയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? മിശ്ര കോളനി വ്യവസ്ഥ. എന്താണ്? മിശ്ര കോളനി വ്യവസ്ഥ അദ്ദേഹം കൊണ്ടുവന്നതാണ് കേട്ടോ. അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ മുഖ്യ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഗോവയും ദാമന്തിയുമാണ് ഇവിടെ അവരുടെ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 1498 മുതൽ 1961 വരെ 463 വർഷം. എപ്പോഴാണ്? 463 വർഷമാണ് പോർച്ചുഗീസുകാര് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണ്? ആദ്യമായിട്ട് എത്തിയതും അവസാനം പോയതും ഇവര് തന്നെയാണ്. ഓക്കെ, 1510-ലാണ് ഇവര്
ഗോവ പിടിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ ഗോവ പിടിച്ചെടുക്കുന്നത് എപ്പോഴാണ്? 1510 ഗോവ പിടിച്ചെടുക്കുന്നത്. 1961 ഡിസംബർ 19 നമ്മൾ ഓപ്പറേഷൻ വിജയ് എന്നുള്ളതിലോട് കൂടിയിട്ട് നമ്മൾ ഗോവ മോചിപ്പിക്കുന്നത്. ഗോവ മോചിപ്പിക്കുന്നത് എപ്പോഴാണ്? 1961 ഡിസംബർ 19. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് അൽമേഡയാണ് കേട്ടോ. ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? അൽമേഡയാണ് നമ്മുടെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പൊ അൽമേഡയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നീലജല നയം, എന്താണ്? നീലജല നയം നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. എന്താണ് നീലജല നയം എന്ന് പറയുന്നത്? ഒരിക്കൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതായത് ശക്തമായിട്ടുള്ള ഒരു നാവിക പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്രത്തിന്റെ മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക. എന്താണ്? ശക്തമായിട്ടുള്ള ഒരു നാവിക പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നുള്ളതാണ് നീലജല നയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ കണ്ണൂർ കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട ഒക്കെ നിർമ്മിക്കുന്നത് അൽമേഡയാണ് കേട്ടോ. അൽമേഡയാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് ഇവിടെ കോട്ടകൾ നിർമ്മിക്കുക, ഉള്ളതിനെ പുതുക്കി പണിയുക, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഈ കോട്ട നിർമ്മിക്കുന്നത്, കണ്ണൂർ കോട്ട അഥവാ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത് 1505. ഓക്കെ, അപ്പൊ അൽബുക്കർക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ രണ്ടാമത്തെ വൈസ്രോയാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. മിശ്ര കോളനി സമ്പ്രദായം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് നമ്മുടെ അൽമേഡയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഫ്രാൻസിസ് ഡി അൽമേഡയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരുപാട് കോട്ടകൾ പണിതിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ കോട്ട നിർമ്മിച്ചത് ആരാണ്? ഇന്ത്യയിൽ ആദ്യത്തെ കോട്ട നിർമ്മിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ അൽബുക്കർക്കാണ് കേട്ടോ. അൽബുക്കർക്കാണ്. 1503 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോട്ട നിർമ്മിക്കുന്നത് അൽബുക്കർക്കാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം എന്ന് പറയുന്നത്, ഈ കോട്ടയ്ക്ക് ഒരുപാട് പേരുകൾ ഉണ്ട് കേട്ടോ. ഈ കോട്ടയുടെ പേരുകൾ എന്ന് പറയുന്നത് നമ്മളതിനെ വൈപ്പിൻ കോട്ട എന്ന് പറയും, ആയക്കോട്ട എന്ന് പറയും, അഴിക്കോട്ട എന്ന് പറയും, കൊച്ചിൻ കോട്ട എന്ന് പറയും, പള്ളിപ്പുറം കോട്ട എന്ന് പറയും. അപ്പോൾ ഈ പള്ളിപ്പുറം കോട്ടയ്ക്ക് ഇത്രയും പേരുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഈ കൊച്ചിയിൽ ആദ്യം ഇവർ വന്ന സമയത്തെല്ലാം ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിലായിരുന്നു. പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിലായിരുന്നു. പിന്നീട് കൊച്ചിയിൽ നിന്നും ഇത് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള വേറെ കാര്യം എന്ന് പറയുന്നത് സതി നിരോധിച്ചു. എന്താണ്? സതി നിരോധിച്ചു. നാണയ സമ്പ്രദായം, എന്താണ്? നാണയ സമ്പ്രദായം കൊണ്ടുവന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1515 അദ്ദേഹം അന്തരിക്കുന്നത്. 1515 അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? കാർട്ടസ് ഒരു തരം പാസ് അല്ലെ. നമ്മൾ NCERT പറഞ്ഞതുപോലെ തന്നെ കാർട്ടസ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള രാജ്യങ്ങൾക്ക് സമുദ്രത്തിലൂടെ നമ്മളുമായിട്ട് വാണിജ്യം ചെയ്യണമെങ്കിൽ ഒരു തരം പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരെ കൊന്നുകളയും, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ അടിമകളായിട്ട് അവര് പണിയെടുപ്പിക്കും. അപ്പൊ ഇതാണ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് തുഫ്തുൽ മുജാഹിദീൻ. തുഫ്തുൽ മുജാഹിദീൻ എന്താണ്? തുഫ്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി. എന്താണ്? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഫ്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ. തുഫ്തുൽ മുജാഹിദീൻ എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് എഴുതിയത്. എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ്? അറബി ഭാഷയാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴാണ്? 16-ാം നൂറ്റാണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തുഫ്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും കോഴിക്കോടും നമ്മുടെ സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്നതാണ് തുഫ്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. എഴുതിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അറബിയാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടത്. അപ്പൊ ഇത് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ചാലിയങ്കോട്ട. ഓക്കെ, ചാലിയങ്കോട്ട വിജയത്തെ പ്രകീർത്തിച്ച് എഴുതപ്പെട്ടതാണ് ഫത്തുഹുൽ മുബീൻ. എന്താണ്? ഫത്തുഹുൽ മുബീൻ. ഓക്കെ, എഴുതിയിരിക്കുന്നത് ആരാണ്? സൈനുലാബ്ദീൻ ആണ് കേട്ടോ. സൈനുലാബ്ദീൻ ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് പറയാനായിട്ട് പോവുകയാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. അപ്പൊ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ടയാണ്.
അപ്പൊ ഇവര് 4 പേരുടെയും പേരെങ്ങനെയായിരുന്നു? ഒന്നാമത്തെ കുഞ്ഞാലിയാണ് കുട്ടി അഹമ്മദ് അലി. എന്താണ്? കുട്ടി അഹമ്മദ് അലി. രണ്ടാമത്തെ വ്യക്തിയാണ് കുട്ടി പോക്കർ അലി. മൂന്നാമത്തെ ആളാണ് പട്ടുമരക്കാര്. നാലാമത്തെ ആളാണ് മുഹമ്മദ് അലി മരക്കാര്. നാലാമത്തെ ആളാണ് കേട്ടോ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ കുഞ്ഞാലി മരക്കാറുണ്ടല്ലോ. അപ്പൊ ഈ ചാലിയം കോട്ട നിർമ്മിക്കപ്പെടുന്നത് എപ്പോഴാണ്? 1531 കോഴിക്കോടിലാണ് ചാലിയം കോട്ട നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ ഇത് നിർമ്മിച്ചതിന്റെ പിന്നിൽ കഥ എന്താണ്? കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടുന്നതിനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ്. അതായത് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം ചെറുക്കുന്നതിനായിട്ട് 1531 ഉണ്ടാക്കിയ, അതായത് 1553 നിർമ്മിക്കപ്പെട്ട കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അറിയപ്പെടുന്നത് എന്താണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പല ആളുകളുടെയും പല വലിയ വ്യക്തികളുടെയും രാജാക്കന്മാരുടെ ആണെങ്കിലും എല്ലാവരുടെയും അധപ്പതനം എന്ന് പറയുന്നത് ചതിയാണ് അല്ലെ. അപ്പൊ ഇവിടെയും നടന്നിട്ടുള്ളത് അത് തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞാലി നാലാമന്റെ കാലഘട്ടത്തിൽ, അതായത് ഈ കുഞ്ഞാലി മരക്കാരൻ നാലാമൻ, അതായത് മുഹമ്മദ് അലി മരക്കാറുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ഒരു കരാറിൽ ഏർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് സാമൂതിരി അനുമതി നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് അനുമതി നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമൂതിരിയും മരക്കാരും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുഞ്ഞാലി നാലാമന്റെ നാവികപ്പടയ്ക്ക് അവിടെ പ്രയാസം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ അവസാനം കുഞ്ഞാലി നാലാമൻ എന്ന് പറയുന്നത് സാമൂതിരിക്ക് മുന്നിൽ നിരപരാധികം കീഴടങ്ങുകയും സാമൂതിരി തന്ത്രപൂർവ്വം കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് കൈമാറുകയാണ് ചെയ്തത്. അതായത് അത്രയും കാലം അയാൾക്ക് വേണ്ടി പണിയെടുത്ത ആളിനെ അവര് അവസാനം പോർച്ചുഗീസുകാർക്ക് തന്നെ സാമൂതിരി കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് 1600 കുഞ്ഞാലി മരക്കാരനെ നമ്മുടെ ഇവിടെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഓക്കെ, 1600 അങ്ങനെ അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 1571 കുഞ്ഞാലി മരക്കാറ് പിടിച്ചെടുക്കുന്നുണ്ട്. ചാലിയങ്കോട്ട എന്ന് പറയുന്നത് 1571 കോട്ട അദ്ദേഹം പിടിച്ചെടുക്കുന്നത്. 1600 ഓക്കെ, 1600 അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. 1600 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങൽ വടകരയിലാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാരന്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വടകരയിലാണ്. ഓക്കെ, അപ്പം അച്ചടിശാല 1556 ഗോവയിലും കൊച്ചി വൈപ്പിനില്, അതുപോലെ തന്നെ ചവിട്ട് നാടകം, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള്, ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ആദ്യത്തെ അച്ചടിശാല ആരംഭിച്ചത് എവിടെയാണ്? 1556 ഗോവയിലാണ്. പിന്നീട് കൊച്ചിയിലും വൈപ്പിനിലും ഇത് ആരംഭിച്ചു. ചവിട്ട് നാടകം അവരുടെ സംഭാവനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊണ്ടുവന്നിട്ടുള്ളതും പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് നോട്ട്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് നോക്കാം. ഇനിയുള്ളവർ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഓക്കെ, ഡച്ചുകാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്നത് 1595 അവർ ഇന്ത്യയിൽ വരുന്നത്. അവരുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നു. അവര് രണ്ടാമത് വന്നവരാണെങ്കിൽ പോലും ആദ്യം തിരിച്ചുപോയവർ അവരാണ്. ഓക്കെ, രണ്ടാമത് വന്നവർ അവരാണ്, ആദ്യം തിരിച്ചുപോയവരും അവരാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ആയിട്ടുള്ള മസൂലിപട്ടണം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫാക്ടറി ആയിട്ടുള്ള മസൂലിപട്ടണം സ്ഥാപിച്ചിട്ടുള്ളത് ഡച്ചുകാരാണ്. ഓക്കെ, അതുപോലെ പോർച്ചുഗീസുകാരെ കീഴ്പ്പെടുത്തിയിട്ട് കൊല്ലം പിടിച്ചെടുത്ത് 1658 ഡിസംബർ 29. ഓക്കെ, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് 1658 ഡിസംബർ 29 അവര് കൊല്ലം പിടിച്ചെടുത്തു. അതുപോലെ തന്നെ 1661 അവര് പള്ളിപ്പുറം കോട്ടയും അവര് പിടിച്ചെടുത്തു. ഓക്കെ, അതുപോലെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച പ്രധാനപ്പെട്ട സന്ധിയാണ് മാവേലിക്കര സന്ധി എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച പ്രധാന സന്ധിയാണ് മാവേലിക്കര സന്ധി എന്ന് പറയുന്നത്. അടുത്തത് ഫ്രഞ്ചുകാരെന്ന് പറയുന്നത് അവസാനം എത്തിയിട്ടുള്ള ആളുകളാണ്. ഫ്രഞ്ചുകാരെന്ന് പറയുന്നത് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സ്ഥാപിച്ചതാണ്. കോൾബർട്ട് ആണ് കേട്ടോ, കോൾബർട്ട് ആണ്. ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ചിന്റെ ഭരണാധികാരി ആരായിരുന്നു? ലൂയി 14 നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ലൂയി 14 അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. കേരളത്തിലെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് മാഹി എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് മാഹി എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാന ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരിയാണ് കേട്ടോ. പോണ്ടിച്ചേരിയാണ് ഇവരുടെ
പ്രധാന ആസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ സിനിമയൊക്കെ കുറെ കണ്ടിട്ടില്ല, നമ്മുടെ ഈ സ്വപ്നക്കൂടൊക്കെ ഫിലിം കണ്ടിട്ടില്ല, അതിലേക്ക് കണ്ടിട്ടില്ല പോണ്ടിച്ചേരി, അവിടുത്തെ ആ ഏരിയസ് ഒക്കെ ഫുൾ ഒരു എന്താ ഒരു പുറം ഇത് അല്ലെ ഫ്രഞ്ച് ടച്ച് ഉള്ള ഒരു ബിൽഡിങ്സ് ആണ് അവിടെയൊക്കെ മുഴുവൻ. കാരണം എന്താണ്, ഇവരുടെ ആസ്ഥാനമായിരുന്നു അവിടെ എന്ന് പറയുന്നത്. 1668 ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് 1668 ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. വ്യാപാര കേന്ദ്രങ്ങൾ പിന്നീട് യാനം, മാഹി, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ എന്നിവിടങ്ങളിലും ഇത് വ്യാപിച്ചു. ഓക്കെ, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? കർണാട്ടിക് യുദ്ധങ്ങളാണ്. കർണാട്ടിക് യുദ്ധങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. ഓക്കെ, 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധങ്ങൾ. ഓക്കെ, 1760 നടന്നിട്ടുണ്ടായിരുന്ന വാണ്ടിവാഷ് യുദ്ധങ്ങളാണ് ഫ്രഞ്ച് അധിനിവേശം അവസാനിക്കാനായിട്ട് കാരണമായത്. 1954 അവര് ഇന്ത്യ വിട്ടു. 1954 അവര് ഇന്ത്യ വിട്ടു പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പരങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്തരീസുകാർ എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരും നെതർലൻഡുകാരുമാണ്. ഓക്കെ, വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. യവനർ എന്നറിയപ്പെടുന്നത് ഷീമക്കാരാണ്. യവനർ എന്നറിയപ്പെടുന്ന ഗ്രീക്കുകാരാണ്. ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നുള്ളതിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. NCERTയും SCERTയും പ്ലസ് സ്പെഷ്യൽ നോട്ട്സും ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റണമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ വേണ്ട ജസ്റ്റ് പോയിന്റ് ആയിട്ട് മാത്രം തന്നാൽ മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം കേട്ടോ. കാരണം ഇതിപ്പോൾ ഇങ്ങനെ തരുന്നതുകൊണ്ട് ചിലർക്ക് വായിക്കാനൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തരാനും കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പഠിക്കുന്നത് ഇത് വായിച്ച് തന്നെയാണ് പഠിക്കുന്നത്. കാരണം അങ്ങനെ പോയിന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വരുന്നൊന്നും നമുക്ക് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ഞാൻ ഇത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.